എസ്റ്റിമേഷൻ തിയറിയുടെ റിവിഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു ടേംസ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ടേമാണ് പോപ്പുലേഷൻ. By a statistical population, we mean the set of numerical values that can be treated as admissible values taken by a random variable x, where the random variable x represents the characteristic under study. പോപ്പുലേഷനായ നമ്മൾ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിട്ടാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ആ സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ക്യാരക്ടറിസ്റ്റിക്കിനെ കുറിച്ചിട്ടാണോ പഠിക്കുന്നത് ആ ക്യാരക്ടറിസ്റ്റിക് നമ്മളൊരു റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നതെങ്കിൽ മാർക്സിനെ ഞാൻ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഈ മാർക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസിനെയാണ് നമ്മൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പം പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് നമ്പേഴ്സ്, എ ലാർജ് സെറ്റ് ഓഫ് നമ്പേഴ്സാണ്. ഇനി വാട്ട് ഈസ് സാമ്പിൾ എന്ന് നോക്കാം. എ സാമ്പിൾ ഇസ് എ റെപ്രസെൻറ്റേറ്റീവ് സബ്സെറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. അപ്പോൾ ഈ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കുറച്ച് വാല്യൂസ്, കുറച്ച് നമ്പേഴ്സാണ് നമ്മളെ സാമ്പിളിൽ ഉണ്ടാവുക. അപ്പം പോപ്പുലേഷൻ ഒരു റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിലപ്പോൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും ഫോളോ ചെയ്യുക പോപ്പുലേഷൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും പോപ്പുലേഷൻ ഫോളോ ചെയ്യുക. അപ്പോൾ സാമ്പിളിൽ എടുത്തിരിക്കുന്ന നമ്പേഴ്സും അതേ ഡിസ്ട്രിബ്യൂഷൻ, പാരൻറ്റ് പോപ്പുലേഷൻ്റെ അതേ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും ഫോളോ ചെയ്യുക. ഇനി അടുത്തത് എന്താണ് പാരാമീറ്റർ എന്ന് നോക്കാം. പാരാമീറ്റർ ഇസ് എനി ഫങ്ഷൻ ഓഫ് ദി പോപ്പുലേഷൻ ഒബ്സർവേഷൻസ് ഇസ് കോൾഡ് എ പാരാമീറ്റർ. അതായത് പോപ്പുലേഷൻ്റെ മീൻ മ്യൂ ഇറ്റ്സ് എ പാരാമീറ്റർ. പോപ്പുലേഷൻ്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ ഇസ് എ പാരാമീറ്റർ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ, ഇതിനൊക്കെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ ഒബ്സർവേഷൻസിൻ്റെ ഫങ്ഷൻസാണ് പാരാമീറ്റർ. അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താ നോക്കാം. എനി ഫങ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻസ് ഇസ് കോൾഡ് എ സ്റ്റാറ്റിസ്റ്റിക്. അപ്പോൾ സാമ്പിൾ ഒബ്സർവേഷൻസ് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും, അവയെ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫങ്ഷനുകൾ, അതായത് സാമ്പിൾ മീൻ എക്സ് ബാർ, സാമ്പിൾ വേരിയൻസ് എസ് സ്ക്വയർ, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എസ്, ഇതെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്കുകളാണ്. Statistical inference. What is statistical inference? The process of making inferences about the unknown aspects of the population based on samples is called statistical inference. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലാർജ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോപ്പുലേഷൻ്റെ പല കാര്യങ്ങളും നമുക്ക് അറിയാതിരിക്കും. അത്തരം സന്ദർഭങ്ങളിൽ സാമ്പിൾ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് നമ്മളൊരു അനുമാനങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പിൾ ഉപയോഗിച്ചിട്ട് പോപ്പുലേഷൻ്റെ കാര്യങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്നതിനെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസിനെ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഇസ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റർ ആൻഡ് ദ അതർ വൺ ഇസ് ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തസിസ്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്ററിനെ കുറിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്രോസസ് ഓഫ് എസ്റ്റിമേറ്റിംഗ് ദ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റേഴ്സ് യൂസിങ് സാമ്പിൾ ഒബ്സർവേഷൻസ് ഇസ് കോൾഡ് എസ്റ്റിമേഷൻ. അപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റേഴ്സ്, പോപ്പുലേഷൻ്റെ മീൻ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ പോപ്പുലേഷൻ്റെ വേരിയൻസ് നമുക്ക് അറിയുന്നുണ്ടാവില്ല. അത്തരം സന്ദർഭങ്ങളിൽ സാമ്പിൾ ഒബ്സർവേഷൻസ് ഉപയോഗിച്ചിട്ടോ, അല്ലെങ്കിൽ സാമ്പിളിൻ്റെ മീൻ ഉപയോഗിച്ചിട്ടോ സാമ്പിളിൻ്റെ വേരിയൻസ് ഉപയോഗിച്ചിട്ടോ പോപ്പുലേഷൻ മീനിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ എസ്റ്റിമേഷൻ രണ്ട് രീതിയിലുണ്ട്. വൺ ഇസ് പോയിൻ്റ് എസ്റ്റിമേഷൻ ആൻഡ് അതർ ഇസ് ഇൻ്റർവെൽ എസ്റ്റിമേഷൻ. പോയിൻ്റ് എസ്റ്റിമേഷനിൽ പോപ്പുലേഷൻ പാരാമീറ്റർ അറിയില്ലെങ്കിൽ നമ്മളൊരു സിംഗിൾ വാല്യൂ ആണ് സാമ്പിൾ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കുക. എന്നാൽ ഇൻ്റർവെൽ എസ്റ്റിമേഷനിൽ പോപ്പുലേഷൻ പാരാമീറ്റർ അറിയില്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവെലാണ് കണ്ടുപിടിക്കുക. ആ ഇൻ്റർവെലിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ പോയിൻ്റ് എസ്റ്റിമേഷൻ എന്താണെന്നൊന്ന് വിശദമായിട്ട് നോക്കുകയാണ്. അപ്പോൾ വാട്ട് ഈസ് പോയിൻ്റ് എസ്റ്റിമേഷൻ? സപ്പോസ് എ പോപ്പുലേഷൻ പാരാമീറ്റർ ഇസ് അൺനോൺ, then we will take a random sample from the population. അപ്പോൾ നമ്മുടെ പ്രശ്നം ഇപ്പോഴും പോപ്പുലേഷൻ്റെ പാരാമീറ്റർ അറിയില്ല എന്നുള്ളത്. അപ്പോഴാണ് നമുക്ക് സാമ്പിൾ എടുക്കേണ്ട ആവശ്യം. അപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ അറിയില്ലെങ്കിൽ നമ്മളുടനെ എന്ത് ചെയ്യും, ഒരു പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സെറ്റ് ഓഫ് നമ്പേഴ്സ് ഒരു സാമ്പിളിന് നമ്മൾ എടുക്കുന്നു. ആൻഡ് ഇഫ് യു ആർ ഫൈൻഡിങ് എ സിംഗിൾ വാല്യൂ ടു എസ്റ്റിമേറ്റ് ദ അൺനോൺ പോപ്പുലേഷൻ പാരാമീറ്റർ യൂസിങ് സാമ്പിൾ ഒബ്സർവേഷൻസ്, then that single value is called the point estimate, and the process of finding this point estimate is called point estimation.
ഇപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ അറിയില്ലെങ്കിൽ സാമ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മളൊരു സിംഗിൾ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഞാൻ പോയിൻ്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ആ വാല്യൂവിന് ഞാൻ പറയുന്ന പേര് പോയിൻ്റ് എസ്റ്റിമേറ്റ് എന്നാണ്. ഇനി നമുക്ക് എന്താണ് എസ്റ്റിമേറ്റർ ആൻഡ് എസ്റ്റിമേറ്റ് എന്ന് നോക്കാം. The function of sample observations used to estimate the unknown population parameter is called the estimator, and the estimator of the population parameter and the value taken by the estimator when applied to a numerical sample is called the estimate of the population parameter. അതായത് ഇപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ ഇപ്പം മ്യൂ ആണ്, പോപ്പുലേഷൻ്റെ മീൻ അൺനോൺ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യും? പോപ്പുലേഷൻ്റെ മീൻ അറിയില്ല, നമ്മൾ ചെയ്യേണ്ടത് ഉടനെ സാമ്പിൾ എടുക്കുന്നു. അപ്പോൾ നമ്മൾ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാമ്പിൾ എടുക്കുന്നു. സാമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാനൊരു സാമ്പിൾ മീൻ കാൽക്കുലേറ്റ് ചെയ്യണം, എക്സ് ബാർ അല്ലേ. എക്സ് ബാർ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണു, നമ്പേഴ്സ് കൊടുത്ത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഒരു 25 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു 25 എന്ന് എനിക്ക് കിട്ടി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിൾ ഒബ്സർവേഷൻ്റെ ഫംഗ്ഷൻ അല്ലേ, അതിനെ നമ്മൾ എസ്റ്റിമേറ്റർ എന്നാണ് പറയുന്നത്. അപ്പം എക്സ് ബാർ ഇസ് ദ എസ്റ്റിമേറ്റർ ഓഫ് ദി പോപ്പുലേഷൻ മീൻ ആൻഡ് എസ്റ്റിമേറ്റർ എടുക്കുന്ന ന്യൂമറിക്കൽ വാല്യൂ, ആ വാല്യൂവിനെ ഞാൻ പറയുന്ന പേരാണ് എസ്റ്റിമേറ്റ്. അപ്പം എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് സാമ്പിൾ ഒബ്സർവേഷൻസ് ആണ്. ആൻഡ് ദ വാല്യൂ ടേക്കൺ ബൈ ദ എസ്റ്റിമേറ്റർ, ന്യൂമറിക്കൽ വാല്യൂ ടേക്കൺ ബൈ ദ എസ്റ്റിമേറ്റർ ഇസ് കോൾഡ് ദി എസ്റ്റിമേറ്റ്. അടുത്തതായിട്ട് നമ്മൾ ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ ഗുഡ് എസ്റ്റിമേറ്റർ ഇതാണ് നോക്കുന്നത്. ഒരു നല്ല എസ്റ്റിമേറ്ററിന് വേണ്ട പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഇസ് അൺബയസ്നെസ്, സെക്കൻഡ് ഇസ് കൺസിസ്റ്റൻസി, ദെൻ എഫിഷ്യൻസി ആൻഡ് സഫിഷ്യൻസി. അപ്പോൾ ഈ 4 പ്രോപ്പർട്ടീസാണ് ഒരു നല്ല എസ്റ്റിമേറ്റേഴ്സിന് വേണ്ട പ്രോപ്പർട്ടി. അപ്പോൾ എന്താണ് അൺബയസ്നെസ്? സപ്പോസ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റ ഈസ് അൺനോൺ, then we will take a random sample from the population and compute an estimator t for theta. The estimator t is said to be unbiased for theta if expectation of t is equal to theta. അപ്പോൾ ഇനി മുതൽ നമ്മൾ പോപ്പുലേഷൻ പാരാമീറ്ററുകളെ തീറ്റ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് പോപ്പുലേഷൻ്റെ പാരാമീറ്ററുകളെ ആൻഡ് സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കുകളെ അല്ലെങ്കിൽ എസ്റ്റിമേറ്ററുകളെ നമ്മൾ സാമ്പിൾ ഉപയോഗിച്ച് കാണുന്ന എസ്റ്റിമേറ്ററുകളെ നമ്മൾ ടി എന്ന് പറയുന്ന ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ പോപ്പുലേഷൻ്റെ പാരാമീറ്റർ തീറ്റ, തീറ്റ ക്യാൻ ബി മ്യൂ, പോപ്പുലേഷൻ മീൻ ആവാം, സിഗ്മയാവാം, പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം. പോപ്പുലേഷൻ്റെ എല്ലാ പാരാമീറ്ററുകളും തീറ്റ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റ അൺനോൺ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഒരു സാമ്പിൾ ഉപയോഗിച്ചിട്ട് എസ്റ്റിമേറ്റർ ടി കണ്ടുപിടിക്കും അല്ലേ. ആ ടി എന്ന് പറയുന്ന എസ്റ്റിമേറ്റർ അൺബയസ്ഡ് എന്ന് പറയുന്നത് എപ്പോഴാണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി വിൽ ബി ഈക്വൽ ടു തീറ്റ. അങ്ങനെ ആവുമ്പോൾ എനിക്ക് എന്ത് പറയാം? T is an unbiased estimator for theta എന്ന് നമുക്ക് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ചെക്ക് വെദർ സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് അൺബയസ്ഡ് ഫോർ പോപ്പുലേഷൻ മീൻ മ്യൂ വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ. അപ്പോൾ നോർമൽ പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളുകൾ എടുക്കുകയാണെങ്കിൽ സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് അൺബയസ്ഡ് ഫോർ പോപ്പുലേഷൻ മീൻ മ്യൂ എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നില്ലെങ്കിൽ എക്സ് ബാറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സാമ്പിൾ മീൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം? വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം നോർമൽ പോപ്പുലേഷൻ എക്സ് ബാർ വിൽ ഫോളോ എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ എന്ന് നമുക്ക് പറയാം. ഇത് നമ്മൾ എഴുതുന്നത് വെൻ സിഗ്മ ഇസ് ഗിവൺ, സിഗ്മ അറിയുന്ന കേസിലാണ് നമുക്ക് എക്സ് ബാർ ഫോളോസ് എൻ മ്യൂ സിഗ്മ ബൈ റൂട്ട് എൻ. എക്സ് ബാർ അറിയില്ലെങ്കിലും സിഗ്മ അറിയില്ലെങ്കിലും എക്സ് ബാർ വിൽ ഫോളോ എൻ മ്യൂ എസ് ബൈ റൂട്ട് എൻ വെൻ എൻ ഇസ് ലാർജ്. അപ്പം എക്സ് ബാർ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ നോർമലാണ്. അപ്പം ഇതിന്ന് അർത്ഥം ഇത് നോർമൽ പോപ്പുലേഷനാണ്. അപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ റാൻഡം വേരിയബിളിൻ്റെ മീനാണ്, ഇവിടെ എഴുതിയിരിക്കുന്നത് അയാളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. സോ വി ക്യാൻ റൈറ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്താണ്? മീൻ, അതിൻ്റെ മീന് മ്യൂ ആണ്. അപ്പം എക്സ് ബാർ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ എന്ന് കിട്ടി. അതായത് നമുക്കറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഇസ് ഈക്വൽ ടു തീറ്റ എന്ന് വരികയാണെങ്കിൽ എനിക്ക് പറയാം ടി ഈസ് അൺബയസ്ഡ് ഫോർ തീറ്റ. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ബാർ ഇസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഫോർ മ്യൂ എന്ന് നമുക്കിവിടെ പറയാൻ പറ്റും. ഇനി അടുത്തത് കൺസിസ്റ്റൻസിയാണ്. സപ്പോസ് ദ പോപ്പുലേഷൻ പാരാമീറ്റർ തീറ്റ ഈസ് അൺനോൺ,
Then we will take a random sample from the population and compute an estimator T for theta. The estimator T is said to be consistent for theta if for any epsilon greater than 0, however small, probability of modulus of T minus theta greater than epsilon tends to 0 as n tends to infinity, or probability of modulus of T minus theta less than epsilon tends to 1 as n tends to infinity. അതായത് ഇവിടെ ടിയും തീറ്റയും, അതായത് നമ്മൾ ടി എന്ന് പറയുന്ന നമ്മൾ എസ്റ്റിമേറ്ററും തീറ്റ എന്ന് പറയുന്ന പാരാമീറ്ററും തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ മോഡുലസ്, അതായത് ഇവർ തമ്മിൽ ഡിസ്റ്റൻസ് ആണ് അല്ലേ, ടിയും തീറ്റയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആപ്സലോൺ എന്ന് പറയുന്ന വളരെ ഒരു ചെറിയൊരു സംഖ്യയെക്കാട്ടും കൂടാൻ ഉള്ള സാധ്യത എന്താണ്, സീറോയിലേക്കാണ് പോകുന്നത്. അതായത് വളരെ ചെറിയ സാധ്യതയുള്ളൂ ആപ്സലോണിനെക്കാട്ടും ഈ ഡിസ്റ്റൻസ് കൂടാൻ. ദാറ്റ് മീൻസ് ടിയും തീറ്റയും അടുത്തേക്ക് വരാനുള്ള സാധ്യതയാണ്. ടി തീറ്റയുടെ അടുത്തേക്കാണ് പോകുന്നത്. ടി വിൽ ടെൻ ടു തീറ്റ എന്നാണ് പറയുന്നത് ഇൻ പ്രോബബിലിറ്റി, അല്ലെങ്കിൽ ടി കൺവേർജസ് ടു തീറ്റ ഇൻ പ്രോബബിലിറ്റി എന്ന് നമുക്ക് പറയാം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസിയുടെ ഡെഫിനിഷൻ. അതിൻ്റെ കോംപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പറയാം, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് ടി മൈനസ് തീറ്റ ലെസ് ദാൻ ആപ്സലോൺ ടെൻസ് ടു 1 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് എന്താണ് കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടുള്ള സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് എന്ന് നോക്കാം. ആൻ എസ്റ്റിമേറ്റർ T is said to be consistent for the population parameter theta if expectation of T tends to theta and variance of T tends to 0 as n tends to infinity. അപ്പോൾ ഈ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോൾ ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി തീറ്റയിലേക്ക് പോകുന്നുണ്ടോ, വേരിയൻസ് ഓഫ് ടി സീറോയിലേക്ക് പോകുന്നുണ്ടോ വെൻ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്ക് നോക്കിയാൽ മതി. അപ്പം അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ചെക്ക് വെദർ സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ പോപ്പുലേഷൻ മീൻ മ്യൂ വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ. ഞാൻ ഇവിടെ സിഗ്മ നോൺ ആയിട്ടാണ് കേസാണ് എടുക്കുന്നത്. അപ്പം വെൻ samples are taken from normal population, x bar will follow a normal distribution with mean mu and standard deviation sigma by root. അല്ലേ, അതായത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് മ്യൂ തന്നെയാണ്. വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇവിടെ തന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദിസ് ഇസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പം വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ. അപ്പോൾ സിഗ്മ ബൈ റൂട്ട് എന്നിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എൻ എന്നാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ വന്നിരിക്കുന്നത്, ഇതാണ് വേരിയൻസ് ഓഫ് എക്സ് ബാർ വന്നിരിക്കുന്നത്. അപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ത് സംഭവിക്കും, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോയാലും ഇല്ലെങ്കിലും എപ്പോഴും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ എന്ത് തന്നെയാണ്, ഇസ് ഈക്വൽ ടു മ്യൂ തന്നെയാണ്. ആൻഡ് എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ, അതായത് ഇവിടുത്തെ ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ സിഗ്മ സ്ക്വയർ ബൈ എൻ എവിടേക്കാണ് പോകുന്നത്, ദിസ് വിൽ ടെൻ ടു 0 അല്ലേ. അപ്പം ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ വിൽ ബി ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ബാർ വിൽ ഈക്വൽ ടു 0, അല്ലെങ്കിൽ ദിസ് വിൽ ടെൻ ടു മ്യൂ ആൻഡ് ദിസ് വിൽ ടെൻ ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയാം. സോ എക്സ് ബാർ ഇസ് കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ വെൻ സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം എൻ മ്യൂ സിഗ്മ. ഇങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി അടുത്തത് എഫിഷ്യൻസിയാണ്. Suppose the population parameter theta is unknown, then we will take a random sample from the population and compute two unbiased estimators T1 and T2 for theta. If variance of T1 is less than variance of T2, then T1 is said to be more efficient than T2. അപ്പം തീറ്റ അൺനോൺ ആണെങ്കിൽ നമ്മൾ ഒന്നിനു പകരം 2 അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സിനെ കണ്ടുപിടിക്കണം. വെറും എസ്റ്റിമേറ്റേഴ്സ് അല്ല, അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ്. അപ്പോൾ ഇവരിൽ ആരുടെ വേരിയൻസ് ആണോ കുറവ്, ആ കുറവ് വേരിയൻസ് ഉള്ള ആളായിരിക്കും കൂടുതൽ എഫിഷ്യൻസി. വേരിയൻസ് എപ്പോഴും കുറവാകുമ്പോഴാണ് എന്ത് കൂടുന്നത്, എഫിഷ്യൻസി കൂടുന്നത്. അപ്പോൾ വേരിയൻസ് ഓഫ് T1 ലെസ് ദാൻ വേരിയൻസ് ഓഫ് T2 എന്ന് കിട്ടുകയാണെങ്കിൽ ആരാണ് എഫിഷ്യൻറ്റ്, T1 ഇസ് മോർ എഫിഷ്യൻറ്റ്. T1 is more efficient than T2. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ എഫിഷ്യൻസി ചെക്ക് ചെയ്യുന്നത്. കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എഫിഷ്യൻസി പറയുന്നത്. നെക്സ്റ്റ് പ്രോപ്പർട്ടി ഈസ് സഫിഷ്യൻസി.
Suppose the population parameter theta is unknown. Then we will take a random sample from the population and compute an estimator T for theta. The estimator T is said to be sufficient for theta. എപ്പോഴാണ് സഫീഷ്യൻ്റ് ആവുന്നത്? ഇഫ് T has all the information about theta that is contained in the sample. അപ്പോൾ T എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച എസ്റ്റിമേറ്ററിന് തീറ്റയെക്കുറിച്ച് സാമ്പിളിലുള്ള എല്ലാ ഇൻഫോർമേഷനും കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടീനെ നമ്മളെന്ത് പറയും? T is sufficient for theta എന്ന് പറയും. നമുക്ക് എന്താണ് ക്രൈറ്റീരിയ ഫോർ സഫിഷ്യൻസി എന്ന് നോക്കാം. The estimator T is said to be sufficient for theta if we can factorize the likelihood function of the sample. Likelihood function എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിളിൻ്റെ likelihood function എന്ന് പറഞ്ഞാൽ അവരുടെ ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ജോയിൻറ്റ് PMF ആണ്. അത് നമുക്ക് എഫ് ഓഫ് x1 തീറ്റ, എഫ് ഓഫ് x2 തീറ്റ ഇൻറ്റു എക്സെട്ര ഇൻറ്റു എഫ് ഓഫ് xn തീറ്റ അവരുടെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. Likelihood function of the sample into product of two functions of which one is a function of t and theta and other is a function independent of theta. അതായത് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അവരുടെ PMFകളെല്ലാം അല്ലെങ്കിൽ PDF മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നതാണ് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ. ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ എനിക്ക് രണ്ട് ഫംഗ്ഷനുകളായിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റണം. അതിൽ ഒന്ന് നമ്മളെ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും അടങ്ങിയ ഫംഗ്ഷൻ ആയിരിക്കണം. ആൻഡ് രണ്ടാമത്തെ ഫംഗ്ഷനിൽ ആര് പാടില്ല? നമ്മളുടെ പാരാമീറ്ററേ പാടില്ല. അതായത് L1 ഓഫ് T, തീറ്റയും ഇൻറ്റു L2 ഓഫ് x1, x2, എക്സെട്ര xn. ഇങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം. ദിസ് ഇസ് കോൾഡ് ഫിഷർ നെയിം ആൻഡ് ഫാക്ടറൈസേഷൻ തിയറം. അപ്പം ഒരു എസ്റ്റിമേറ്റർ T നമുക്ക് തന്നിട്ട് അത് സഫിഷ്യൻറ്റ് ഫോർ ആൻഡ് പാരാമീറ്റർ തീറ്റ ആണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം അവരുടെ ലൈക്ലിഹുഡ്, ആ സാമ്പിളിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. എന്നിട്ട് അതിനെ രണ്ടെണ്ണമാക്കിയിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതായത് ഒന്നിൽ ടിയും തീറ്റയുടെയും ഫംഗ്ഷനും അടുത്തത് തീറ്റ ഇല്ലാത്തൊരു ഫംഗ്ഷനായിട്ടും ഫാക്ടറൈസ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് പറയാം T ഈസ് സഫിഷ്യൻറ്റ് ഫോർ തീറ്റ. ഒരു എക്സാമ്പിൾ നോക്കാം. ഷോ ദാറ്റ് സാമ്പിൾ മീൻ എക്സ് ബാർ ഇസ് സഫിഷ്യൻറ്റ് ഫോർ എസ്റ്റിമേറ്റിംഗ് ദ പാരാമീറ്റർ ലാംഡ ഇൻ എ പോയ്സോൺ പോപ്പുലേഷൻ. അപ്പോൾ നമുക്കിവിടെ പോപ്പുലേഷൻ തന്നത് പോയ്സോൺ പോപ്പുലേഷനാണ്. അപ്പോൾ പോയ്സോൺ പോപ്പുലേഷൻ്റെ PMF fx ലാംഡ എന്ന് പറയാം. ദറ്റ് ഈസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x ബൈ x ഫാക്ടോറിയൽ ആണ് അല്ലേ. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോയ്സോൺ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലാംഡയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റർ കാണാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എസ്റ്റിമേറ്റർ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സാമ്പിൾ എടുക്കുന്നു. അപ്പം x1, x2 എക്സെട്ര x എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളാണ് ഫ്രം പോയ്സോൺ പോപ്പുലേഷൻ. പോയ്സോൺ പോപ്പുലേഷൻ്റെ ഉള്ളിൽ നിന്ന് ഞാനൊരു റാൻഡം സാമ്പിൾ എടുത്തിരിക്കുന്നു. x1, x2 എക്സെട്ര xn. അപ്പോൾ ഈ x1, x2 എക്സെട്ര xn എല്ലാം വന്നിരിക്കുന്നത് പോയ്സോൺ പോപ്പുലേഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാവരുടെയും ഡിസ്ട്രിബ്യൂഷൻ എന്തായിരിക്കും? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ തന്നെയായിരിക്കും. അതായത് എഫ് ഓഫ് x1, ലാംഡ എന്ന് പറയുന്നതും e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x1 ബൈ x1 ഫാക്ടോറിയൽ ആയിരിക്കും. അതുമാതിരി എഫ് ഓഫ് x2 ലാംഡ e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x2 ബൈ x2 ഫാക്ടോറിയൽ എക്സെട്ര. എഫ് ഓഫ് xn ലാംഡ എന്ന് പറഞ്ഞാലും e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു xn ബൈ xn ഫാക്ടോറിയൽ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ അവരുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ ഓഫ് ദി സാമ്പിളാണ് കാണുന്നത്. ഞാൻ L ഓഫ് x1, x2 എക്സെട്ര xn ലാംഡ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവരുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള PMFകളുണ്ടല്ലോ, ഇവിടെ PMFകളാണ്, അവരെയൊക്കെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എഫ് ഓഫ് x1 ലാംഡ ഇൻറ്റു എഫ് ഓഫ് x2 ലാംഡ എക്സെട്ര എഫ് ഓഫ് xn ലാംഡ. ഇങ്ങനെ നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുകയാണ്. വിച്ച് ഇസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x1 ബൈ x1 ഫാക്ടോറിയൽ e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു x2 ബൈ x2 ഫാക്ടോറിയൽ. അങ്ങനെ e റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു xn ബൈ xn ഫാക്ടോറിയൽ. ഇങ്ങനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനി ഇവരെ കോമൺ ആയിട്ടുള്ള ടേംസിനൊക്കെ എടുക്കാം. നോക്കുമ്പം എല്ലാത്തിലും e റേസ് ടു മൈനസ് ലാംഡ കാണുന്നുണ്ട് അല്ലേ. e റേസ് ടു മൈനസ് ലാംഡ അതാ
ഇവിടെ ഇ റേസ് ടു മൈനസ് ലാംഡ എക്സെട്ര ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. അങ്ങനെ എത്ര ഇ റേസ് ടു മൈനസ് ലാംഡേനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എൻ ലാംഡ എന്ന് എഴുതാം. പിന്നെ അടുത്തത് ലാംഡയുടെ ടേംസ് ആണ്. ഓരോ ലാംഡയുടെ പവറിലും ഇവിടെ ലാംഡ റേസ് ടു എക്സ് 1 ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് 2 എക്സെട്ര ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് എൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ലാംഡ റേസ് ടു എക്സ് 1 പ്ലസ് എക്സ് 2 എക്സെട്ര പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് എക്സ് 1 ഫാക്ടോറിയൽ എക്സ് 2 ഫാക്ടോറിയൽ എക്സെട്ര എക്സ് എൻ ഫാക്ടോറിയൽ എന്നാണ് അല്ലേ. ഇനി നമുക്ക് വാട്ട് ഈസ് എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ? അത് നമുക്ക് എക്സ് ബാറിൻ്റെ ടേംസിൽ എഴുതാം. അപ്പോൾ എക്സ് ബാർ എന്താണ്? എക്സ് ബാർ ഇസ് ഈക്വൽ ടു എക്സ് 1 പ്ലസ് എക്സ് 2 എക്സെട്ര പ്ലസ് എക്സ് എൻ ഡിവൈഡഡ് ബൈ എൻ ആണ് അല്ലേ. സം ഡിവൈഡഡ് ബൈ എൻ ആണ് എക്സ് ബാർ കിട്ടുന്നത്. അപ്പം എക്സ് 1 പ്ലസ് എക്സ് 2 പ്ലസ് എക്സെട്ര എക്സ് എന്നിന് എനിക്ക് എന്തെഴുതാം? എൻ എക്സ് ബാർ. ഇതിൻ്റെ സ്ഥാനത്ത് എനിക്ക് ആരെ എഴുതാം? എൻ എക്സ് ബാർ എന്ന് എഴുതാം. അപ്പോൾ ഞാൻ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ എല്ലിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു: ഇ റേസ് ടു മൈനസ് എൻ ലാംഡ, പിന്നെയുള്ളത് ലാംഡ റേസ് ടു എൻ എക്സ് ബാർ, സമ്മിന് എൻ എക്സ് ബാർ എഴുതി. പിന്നെ ഉള്ള ഒരു ടേം 1 ഡിവൈഡഡ് ബൈ ഈ ടേമാണ് എക്സ് 1 ഫാക്ടോറിയൽ എക്സ് 2 ഫാക്ടോറിയൽ എക്സെട്ര എക്സ് എൻ ഫാക്ടോറിയൽ. ഇങ്ങനെ 2 ടേമുകളായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതിൽ ഈ ഫംഗ്ഷൻ ഇ റേസ് ടു മൈനസ് എൻ ലാംഡ ഇൻറ്റു ലാംഡ റേസ് ടു എൻ എക്സ് ബാർ, ഇത് രണ്ടിനെയും ഞാൻ ഒരുമിച്ചെടുക്കുകയാണ്. ഇതിൽ എക്സ് ബാറിൻ്റെയും ലാംഡയുടെയും ഫംഗ്ഷനാണ്. ഞാൻ അതിനെ L1 ഓഫ് ലാംഡ കോമ എക്സ് ബാർ, നമ്മളുടെ പാരാമീറ്ററും സ്റ്റാറ്റിസ്റ്റിക്കും അടങ്ങിയിരിക്കുന്ന ഫംഗ്ഷൻ. ആൻഡ് ഈ ഫംഗ്ഷനിൽ നമ്മൾ ലാംഡ എന്ന് പറഞ്ഞ പാരാമീറ്ററേ ഇല്ല. അപ്പോൾ ഞാൻ L2 ഓഫ് ദിസ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് 1 എക്സ് 2 എക്സെട്ര എക്സ്. അപ്പോൾ ഇങ്ങനെ 2 എണ്ണമായിട്ട് ഞാൻ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതി. അപ്പോൾ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ നമ്മൾ ടിയുടെയും തീറ്റയുടെയും അല്ലെങ്കിൽ തീറ്റയുടെയും ടിയുടെയും ഫംഗ്ഷനായിട്ടും തീറ്റ അടങ്ങാത്ത ഫംഗ്ഷനായിട്ടും നമ്മൾ ഫാക്ടറൈസ് ചെയ്തിരിക്കുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് ബാർ ഇസ് sufficient for lambda. Sample mean x bar is sufficient for population mean lambda എന്ന് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത് നോക്കുന്നത് മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ലെറ്റ് ടി ബി ആൻ എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സച്ച് ദാറ്റ് ടി ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. ടി ഒരു എസ്റ്റിമേറ്റർ ആണ്. അതെങ്ങനെയുള്ള എസ്റ്റിമേറ്റർ ആയിരിക്കണം? അൺബയസ്ഡ് ആയിരിക്കണം. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എടുത്താൽ തീറ്റ എന്ന് കിട്ടണം. ആൻഡ് വേരിയൻസ് ഓഫ് ടി ഈസ് ലെസ് ദാൻ വേരിയൻസ് ഓഫ് എനി അതർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ. ദാറ്റ് ഈസ് വേരിയൻസ് ഓഫ് ടി ഷുഡ് ബി ലെസ് ദാൻ വേരിയൻസ് ഓഫ് ടി ഡാഷ്, വെർ ടി ഡാഷ് ഈസ് another unbiased estimator of theta. Then T is said to be minimum variance unbiased estimator. അപ്പം മിനിമം വേരിയൻസ് ആയിരിക്കണം, അൺബയസ്ഡ് ആയിരിക്കണം. അത്തരം എസ്റ്റിമേറ്ററുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പം അൺബയസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം എക്സ്പെക്റ്റേഷൻ ഓഫ് ടി തീറ്റയായിരിക്കണം. ആൻഡ് വേരിയൻസ് എന്തായിരിക്കണം? വേറെ ഏതൊരു അൺബയസ്ഡ് എസ്റ്റിമേറ്ററിനെക്കാട്ടും മിനിമം ആണെങ്കിൽ ദറ്റ് ഈസ് കോൾഡ് മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ക്രാമർ-റാവോ ഇൻഇക്വാളിറ്റിയാണ്. ഇഫ് ടി ഈസ് ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് ഗാമ തീറ്റ. ഗാമ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ഫംഗ്ഷനാണ്. ഇപ്പോൾ തീറ്റ ആയിരിക്കാം ചിലപ്പം, അല്ലെങ്കിൽ തീറ്റയുടെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ തീറ്റ സ്ക്വയർ ആയിരിക്കാം, അങ്ങനെയുള്ള ഇ റേസ് ടു തീറ്റ ആയിരിക്കാം, അങ്ങനെയുള്ള ഏതോ ഒരു ഫംഗ്ഷനാണ് ഗാമ തീറ്റ എങ്കിൽ വേരിയൻസ് ഓഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗാമ ഡാഷ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ log L by dou theta the whole square, or variance of t is greater than or equal to minus of gamma dash of theta the whole square divided by expectation of dou square log L by dou theta square. Cramer-Ravvo inequality provides a lower bound for the variance of an unbiased estimator t of a function of the population parameter gamma theta. അപ്പോൾ ഈ ഗാമ ഡാഷ് ഓഫ് തീറ്റ എന്ന് പറയുന്നതിൻ്റെ സ്ഥാനത്ത് തീറ്റ തന്നെയാണ്. നമ്മൾ ടി എന്ന് പറയുന്നത് തീറ്റ എന്ന് പറഞ്ഞ പാരാമീറ്ററിൻ്റെ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണെങ്കിൽ നമുക്ക് ക്രാമർ-റാവോ ഇൻഇക്വാലിറ്റി ഇങ്ങനെ എഴുതാം: വേരിയൻസ് ഓഫ് ടി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗാമ തീറ്റ എന്ന് പറയുന്നത് തീറ്റ തന്നെയാണ്. അപ്പോൾ ഗാമ ഡാഷ് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1 കിട്ടും, 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ log L
ബൈ ഡോ തീറ്റ ദ ഹോൾ സ്ക്വയർ എന്നും എഴുതും. അപ്പോൾ ഇതാണ് ക്രാമർ റാവോ ഇൻഇക്വാളിറ്റി. ഒരു അൺബയസ്ഡ് എസ്റ്റിമേറ്ററിൻ്റെ വേരിയൻസിനുള്ള ലോവർ ബൗണ്ടാണ് ക്രാമർ റാവോ ഇൻഇക്വാളിറ്റി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ എന്നാണ്. ആൻ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ടി ഓഫ് ഗാമ തീറ്റ ഫോർ വിച്ച് ക്രാമർ റാവോ ലോവർ ബൗണ്ട് ഇസ് അറ്റൈൻഡ്. ക്രാമർ റാവോ ലോവർ ബൗണ്ട് അറ്റൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് ടി നമ്മൾ ക്രാമർ റാവോ ലോവർ ബൗണ്ടിന് തുല്യമാവുക. അപ്പം അങ്ങനെ വേരിയൻസ് ഓഫ് ടി ഗാമ ഡാഷ് ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ഡോ ലോഗൽ ബൈ ഡോ തീറ്റ ഹോൾ സ്ക്വയറിന് തുല്യമാവുകയാണെങ്കിൽ നമുക്ക് പറയാം ടി ഈസ് എ മിനിമം വേരിയൻസ് ബൗണ്ട് എസ്റ്റിമേറ്റർ ഓഫ് ഗാമ തീറ്റ.